ഹായ് ഹലോ. അപ്പോൾ മഴ തോരും മുമ്പേ നാളത്തെ എപ്പിസോഡ് പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബാലചന്ദ്ര മേനോനും ഗോവർദ്ധനും കൂടി ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട് രോഹിത്തിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇനി എന്താ ചെയ്യാൻ പറ്റുക. അതൊക്കെ ആയിരുന്നു ഇന്നത്തെ എപ്പിസോഡ് ലാസ്റ്റ് കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഗോവർദ്ധൻ പറയുന്നുണ്ട് ഇതൊക്കെ അറിഞ്ഞിട്ട് നമ്മളെങ്ങനെ മിണ്ടാതിരിക്കുന്നത്, നമുക്ക് മാധ്യമങ്ങളെ അറിയിക്കാൻ, ചാനലുകാരെയൊക്കെ അറിയിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട് നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ശരണ്യ കോടതിയിൽ ചെന്നിട്ട് മൊഴി മാറ്റി പറയാതിരുന്നിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞില്ലേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നാളത്തെ എപ്പിസോഡ് പ്രൊമോയിൽ കാണിക്കുന്നത് അലീന മനുവിനെ ഫോൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ മനു ആയിരിക്കാം ഫോൺ ചെയ്തിട്ടുണ്ടാവുക. കാരണം ശിവൻ പറയുന്നുണ്ടായിരുന്നല്ലോ, ശിവനും രാജീവും കൂടി പറയുന്നുണ്ടായിരുന്നു അവിടെ തന്നെ വീട്ടിൽ ചെന്നിട്ട് വീട്ടുകാരെ കണ്ടെന്ന് സംസാരിച്ച് നോക്കാം അങ്ങനെയൊക്കെ. അപ്പോൾ അതിനായിരിക്കാം ചിലപ്പോൾ മനു ഫോൺ ചെയ്തിട്ടുണ്ടാവും അലീനയ്ക്ക്. അപ്പോൾ അലീന പറയുന്നുണ്ട് നമ്മൾ രണ്ട് പ്രതികളുടെ രണ്ട് ഏജൻറ്റുമാർ ശരണ്യയെ സ്വാധീനിക്കാൻ കരുതി കൂട്ടി ചെന്നു എന്നല്ലേ ആരായാലും വിചാരിക്കുമെന്നൊക്കെ അലീന ചോദിക്കുന്നുണ്ട് മനുവിനോട്. അതുപോലെ ഗോവർദ്ധൻ പറയുന്നുണ്ട് അലീന തന്നെ പോയിട്ട് നയത്തിൽ ശരണ്യോട് പറഞ്ഞിട്ട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് ശരിയാക്കട്ടെ, വീട്ടുകാർ പോലും അറിയാതെ, അങ്ങനെ ഗോവർദ്ധൻ പറയുന്നുണ്ട്. അപ്പോൾ അലീന പറയുന്നുണ്ട് അതിപ്പോൾ ഞാൻ അങ്ങനെ ശരണ്യോട് അങ്ങനെ ചെന്ന് പറഞ്ഞു എന്നുള്ളത് ശരണ്യ വീട്ടുകാരോട് പറഞ്ഞു എന്നിരിക്കട്ടെ, അപ്പോൾ പിന്നെ എല്ലാം തീർന്നില്ലേ, പിന്നെ നമുക്ക് നമ്മുടെ മുമ്പിൽ ഒരു രക്ഷയുണ്ടാവില്ല എന്നൊക്കെ പറയാണ് അലീന. അപ്പോൾ അതാണ് നാളത്തെ പ്രൊമോയിൽ കാണിക്കുന്നുണ്ടായിരുന്നു.